ഹലോ അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോടാണുള്ളത് കേട്ടോ. കോഴിക്കോട് ഓട്ടം വന്നാണ്. രാവിലെ നാട്ടിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങി. രാവിലെ വണ്ടി എടുത്തപ്പോൾ വീല് പഞ്ചറായിരുന്നു, അതെല്ലാം മാറ്റിയിട്ട് ഇറങ്ങി. പെരിന്തൽമണ്ണ, മലപ്പുറം, കോഴിക്കോട് റൂട്ടിലാണ് ഓട്ടം. ഇപ്പോൾ വെയിറ്റിങ്ങിലാണ്, ചിലപ്പോൾ 2-3 മണിക്കൂർ കാണും. അപ്പോൾ ഏതായാലും കടപ്പുറം ബീച്ച് ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് കുറച്ച് കാണുകയും കുറച്ച് കാണിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. പുതിയ യൂട്യൂബറാണ്, കൂടുതൽ ഐഡിയകളൊന്നും അറിയില്ല. ഏതായാലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ എന്നെ ഒന്ന് കാണിക്കട്ടെ. അപ്പോൾ പറഞ്ഞ പോലെ അപ്പോൾ കോഴിക്കോടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ നോക്കട്ടെ. ഞാനിങ്ങനെ വരുമ്പോൾ ബീവി കൂടെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇതിപ്പോൾ നമ്മളെ കൂടെ ആളുണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല. അപ്പോൾ വെയിറ്റിങ്ങിലുണ്ടോ? ഓക്കെ, ഏതായാലും ഞാൻ കുറച്ചൊക്കെ കാണിക്കാം. സംഭവം കാലാവസ്ഥ ഇച്ചിരി മഴയുടെ കാലാവസ്ഥയാണ്. നല്ല മഴക്കാറുണ്ട്. രാവിലെ ചെറുതായിട്ട് മഴ സ്പ്രേ ചെയ്തിരുന്നു. ഏതായാലും ഞാൻ മൊത്തം ഒന്ന് നടന്ന് കാണട്ടെ. ഡയറ പിടിക്കുന്ന ജീവികളാണ് ഒക്കെ. കടലിച്ചിരി ഇറങ്ങിയാണ് കിടക്കുന്നത്. ഇപ്പോൾ കര കൂടുതലാണ്. ഏതായാലും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഇവിടെ. ഇപ്പം നാട്ടിലൊക്കെ മഴ ചാറുന്നുണ്ടെന്ന് പറഞ്ഞു കൊണ്ടാട്ടിക്ക് വിളിച്ചപ്പോൾ. ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്, നോക്കട്ടെ. ഹലോ ഗൈസ്, ഇവിടെ എന്തൊക്കെ പരിപാടി നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ നിലവിൽ പെട്ടി വണ്ടികളൊക്കെ അല്ലേ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ വ്യാപാരം ചെയ്യാൻ എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇവിടെ. കുറേ വഞ്ചികളൊക്കെ ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. മൊത്തത്തിലൊന്നിങ്ങനെ കണ്ണോടിക്കട്ടെ. അവർ വല സെറ്റപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വർക്കിനിറങ്ങാൻ. നല്ല വ്യൂ ആണ് കേട്ടോ കാണാൻ, സെറ്റപ്പ്. അപ്പോൾ ഞാൻ ആ തലക്കന്നിങ്ങനെ നടന്നു വന്നു. അപ്പോൾ അവിടെ മീൻ ഇറങ്ങുന്നുണ്ട്, നമുക്കൊന്ന് കണ്ടേക്കാം. മീനുകൾ വന്നിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോഡ് കയറി പോകുന്നുണ്ട്. എന്താണെന്ന് നോക്കട്ടെടാ, കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ മീൻ വണ്ടിയിൽ ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറക്കണോ കയറ്റണോ നോക്കട്ടെ കേട്ടോ. കയറിപ്പോവാണല്ലോ. ചാളയുണ്ട്, മത്തി ചാള. മൊത്തം കയറി പോവാണോ?
മത്തി മൊത്തം കയറി പോടാ ലോഡായിട്ട്. ഫ്രഷ് മത്തി. മത്തി വെറും മത്തി. ഇനി വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ നോക്കാം. ഇവിടെ വല വന്നിട്ടുണ്ട്. വലയിൽ നിന്ന് സാധനം പിടിക്കുന്നുണ്ട്. അയിലയാണോ? എന്താ അയിലയാണോ? ഫ്രഷ് അയില. ഇവിടെ നമുക്ക് കൊണ്ടാൻ കിട്ടുമോ ചില്ലറ? ഒന്നിച്ച് പോകണോ? കയറി പോകണോ? നമുക്ക് കുറച്ച് മീൻ കൊണ്ടുപോകാൻ പറ്റുമോ? എന്താ റേറ്റ്? എത്ര എത്ര കിലോ? എങ്ങനെ കൊടുക്കണേ? ആ നോക്കട്ടെ, നോക്കാം നമുക്ക്. ഞാൻ നോക്കട്ടെ, ഞാൻ ഇന്ന് കറങ്ങിയിട്ട് വരാം. 500 റുപ്യക്ക് തരാമെന്ന് പറഞ്ഞു. എത്രയാണെന്ന് അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. ഓ സോറി വലമത്തെ ചവിട്ടിയ നെഞ്ഞത്തെ ചവിട്ടിയ മാതിരിയല്ലേ. വരക്കാത്ത മീൻ. ഉണ്ടോ വെള്ളത്തിനകത്ത് വലക്കാത്ത മീൻ കിടക്കുകയാണ്. നല്ല മീൻ പിടുത്തം. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. മക്കളിതാണ് മീൻ പിടുത്തം. ഞങ്ങൾ ഫ്രഷ് അയിലാണ്. നമ്മളെപ്പോഴും മടങ്ങുക എന്നറിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് വാങ്ങായിരുന്നു. നോക്കട്ടെ, സമയം ഉണ്ടെങ്കിൽ വാങ്ങാം. കരക്കടുപ്പിക്കണം. അവിടെ നിന്ന് പോയാൽ ഇവിടെ നല്ല ഫ്രഷ് മത്തി ഒന്ന് ചാടുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിയണം. മീൻ വന്ന് ഇറങ്ങുന്ന സമയമാണ് കേട്ടോ. രാവിലെ തുടങ്ങിയതാ പോലും. ഫ്രഷ് മീൻ അടിപൊളി അടിപൊളി. അയില, മത്തി, പലതരം ചെറുമീനുകളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബടാ മീനുകളൊന്നും കണ്ടിട്ടില്ല. കണ്ടോ? ഞാൻ മടക്കി തരാൻ ചെയ്യാറില്ല. അപ്പോൾ കണ്ടോ, വലയിൽ നിന്നൊക്കെ മീൻ എടുക്കുകയാണ് അവിടെ. കണ്ടോ, വരിക്ക നിന്നുകൊണ്ട് ആളുകൾ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന അവിടെ കണ്ട. വല്ലാത്തൊരു കാഴ്ച അല്ലേ, രസമുള്ള കാഴ്ച. വലിയ ഇല. അടിപൊളി വലിയ ഇല കേട്ടോ.
നല്ല വലിയ അയില, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഫ്രഷ് സാധനം. ഇവിടെ കച്ചവടമായി തോന്നുന്നു. പൈസ പോച്ചോ? 18 രൂപ കച്ചവടമാണ്. പതിനെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 രൂപ അല്ല കേട്ടോ, അതിനൊക്കെ ഒരു കോഡല്ലേ. അതെങ്ങനെയാണെന്നുള്ള അവരോട് തന്നെ ചോദിക്കണം. നമുക്ക് അത്ര ഐഡിയ ഒന്നുമില്ല. നമുക്കിതൊക്കെ കാണുക പോവാ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ടു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവും. ചെറുതായിട്ട് ഇങ്ങനെ കറങ്ങിയൊന്ന് പോവാം. മീനുകളെല്ലാം കയറ്റി ഇങ്ങനെ പോകുന്ന വാഹനങ്ങളാണ് ഇതൊക്കെ വന്നിട്ട്. ഇതൊക്കെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ കൊണ്ടുപോയി ഉച്ചയ്ക്ക് ശേഷം വരുന്ന മീനൊക്കെ ഫ്രഷ് മീനുകൾ, ഇതുപോലത്തെ മീനാണ്. കുറച്ച് വില കൂടും അവിടെ, പക്ഷെ എന്നാലും നല്ല മീൻ കഴിക്കാം. ഒരു കച്ചവടം നടക്കട്ടോ, കച്ചവടം. അല്ലാത്ത ആളാണ് ഞാനിവിടെ. ഞാൻ പറഞ്ഞു ഇല്ലെങ്കിലും ഇവിടെ ഒരു പ്രശ്നം നടക്കൂല. കാറിലാണ് ഇന്ത്യ തങ്ങൾക്കല്ല ഇവിടെ കട്ടർ മൂല്യം പൈസ കിട്ടും. നാളെല്ലാം കുതിര എല്ലാവരും കുതിര കടപ്പുറത്തേക്ക്. അപ്പോൾ ഗൈസ്, ഒരു മഴ വരുന്നുണ്ട് ചെറുതായിട്ട്. എന്താണ് അവസ്ഥ എന്നറിയില്ല, നോക്കട്ടെ. അപ്പോൾ ഞാൻ മീൻ ഒക്കെ അത്യാവശ്യം കണ്ടു. വാങ്ങണമെങ്കിൽ നമ്മൾ സുഹൃത്ത് ഫ്രീ ആയി വരട്ടെ, നമുക്ക് കുറച്ച് വാങ്ങാം. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇടാം വാങ്ങുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ നിന്ന് നീങ്ങി പുറത്തേക്ക് നീങ്ങാൻ പോവാം. ഹായ് ഗൈസ്, ഇവിടെ വല നെയ്ത്താണ് നടക്കുന്നത് കേട്ടോ. കാണാൻ രസമുള്ളൊരു കാഴ്ചയാണ്, നമ്മൾ കാണാത്തൊരു കാഴ്ച. ഞാൻ കണ്ടിട്ടില്ല. അടിപൊളിയുണ്ട് കളറ്, ചുമല കളർ. അതിൻ്റെ പണിപ്പുരയാണ് നമ്മൾ. അത് വല ക്ലിയറാക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞ, ചുമല, ഇതുപോലത്തെ കളറുകൾ. ഹലോ ഗൈസ്, മാഷാല്ലാ മാഷാല്ലാ മാഷാല്ലാ, എന്തായി കാണുന്നത്? കേരളത്തിൻ്റെ മണ്ണിൽ ഞാൻ ആദ്യമായിട്ടാണ് ജീവനുള്ള ഒട്ടാത്ത കാണുന്നത്. പലയിടത്തും സംഗതി ഉണ്ടെന്നറിയാം, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. ഇനി അതൊക്കെ ആരും ട്രോൾ ചെയ്ത് കിട്ടും. ഇതിവിടെ 1, 2, 3, 4, 5, 6 എണ്ണമാണ് കാണുന്നത്. സൈസ് ഒട്ടക. നമ്മൾ ഒരു പുല്ല് നിന്നുകൊണ്ടിരിക്കുകയാണ്. കടപ്പുറത്തിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ അവരുള്ളത്. ഇപ്പോൾ നല്ല തണലുള്ളൊരു സ്ഥലമാണ്. മാഷാല്ലാ മാഷാല്ലാ മാഷാല്ലാ. ഇത് നമുക്ക് നല്ലൊരു കാണലായിപ്പോയി. അടിപൊളി. അതെ, ഇതിപ്പോൾ എങ്ങനെ ഇത് ചെയ്ത് വകുപ്പില്ലെന്നാവല്ലേ ഇവിടെ വരുന്നത്? അതെ, സവാരികളാണ്. ഇതിൻ്റെ ആളുകളാരാ? പുറത്തേക്ക് പോയതാ? മാഷാല്ലാ, അടിപൊളിയാണല്ലോ. വൈകുന്നേരം ഉണ്ടാവുള്ളൂ? അതെ, ആള് വന്ന സവാരി നടക്കും. ആള് വരട്ടെ. വൈകുന്നേരം ഉള്ളൂ അല്ലേ? സംഗതി അടിപൊളി. ഒട്ടകത്തിന് അടുത്ത് നിന്ന് കാണാൻ പറ്റി. സൗദി അറേബ്യയിൽ നിന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. സൗദി അറേബ്യ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, അടുത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ സൂമാക്കി കാണിച്ചത്. പച്ചപ്പുല്ലടിക്കുന്നുണ്ടാവും.
ഇതിനൊക്കെ ഇപ്പം മരുഭൂമിയിലാണെങ്കിൽ ഉണക്കപ്പുല്ലല്ലേ കഴിക്കാൻ കിട്ടുള്ളൂ ഇവന്മാർക്ക്. പിന്നെ ആൾ വന്നിരുന്നെങ്കിൽ ഒരു സവാരി നടത്തായിരുന്നു നമുക്ക്. ഓക്കെ, ഞാൻ കുറച്ചപ്പുറം പോയോട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ മീൻ കാര്യങ്ങൾ മത്തി അയില അങ്ങനെ വലൻ്റെ എല്ലാ കാര്യങ്ങളും സംഗതികളൊക്കെ കണ്ടു. അവിടെ ഫ്രഷായിട്ട് മീൻ ഇറങ്ങുന്നത് കയറ്റി പോകുന്നതെല്ലാം കണ്ടു. അങ്ങനെ ഒട്ടകത്തിനെ കണ്ടു. അത് സവാരികളിലാണ് ഇവിടെ. അപ്പോൾ നമ്മൾ വൈകിട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് സവാരി നടത്തായിരുന്നു. ഇൻഷാ അല്ലാഹ് വിധി ഉണ്ടെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ സമയം ഉണ്ടാവും, അടുത്ത വരവ് നോക്കാം. ഇന്ന് ടൈം കിട്ടിയാൽ ഇന്ന് തന്നെ നോക്കും. അപ്പോൾ ഷോർട്ട് വീഡിയോ വേണം. അതിപ്പോൾ ഇനി എത്ര രൂപ ആയാലും വേണില്ല, അത് എന്തായാലും ഒന്ന് പരീക്ഷണം നടത്തും. അതൊരാഗ്രഹമാണ്. ഇല്ലെങ്കിൽ അടുത്ത വരവിൽ എന്തായാലും കാണും. അപ്പോഴേ ഞാനിനി ആ തലക്കൊന്ന് പോകണം, അവിടെ ഇച്ചിരി പിടിക്കാൻ നോക്കട്ടെ. നമ്മളെ ഉദ്ദേശ പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു. കൊട ചൂടി പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട്, അവരൊന്നും പെടുത്തണ്ട. ഗെയ്സ്, വേറൊരു വലിയ പ്രശ്നം വരാൻ കിടക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയോ? എൻ്റെ സുഹൃത്ത്, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഓട്ടം വന്നാണല്ലോ, അപ്പോൾ അവനെ അവിടെ സർട്ടിഫിക്കറ്റ് ട്രോഫികളൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ അബാക്കസിൻ്റെ ഒരു ട്രെയിനിങ് കോച്ചിങ് സെൻറ്റർ, ഒരു കോളേജുകാരുമായിട്ടുള്ള സംഭവങ്ങളാണ്. അതിൽ പരീക്ഷ എഴുതി ജയിക്കുന്ന ക്ലാസ് ഫസ്റ്റ് റാങ്കൊക്കെ വാങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സംഭവം ഉണ്ട് അതിനകത്ത്. കൂടുതൽ വിശദമായിട്ട് എനിക്ക് പറയാറില്ല. ഏതായാലും ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നുണ്ട്. കുറച്ച് ദിവസം അവരെ കൂടെ കാണും. നാളെ പാലക്കാടിന് പോകാണ്ട്. ആ ഓട്ടം നമുക്ക് തന്നെയാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ അവർ വിളിക്കും. അപ്പോൾ ഏതായാലും ഇതിനകത്തേക്ക് എപ്പോൾ വിളിക്കുന്നോ ചിലപ്പോൾ വീഡിയോ കട്ടാവും. അപ്പോൾ അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഏത് നിമിഷവും സ്റ്റക്കാവും, അത്രേ ഉള്ളൂ. കാരണം ഞാനിത് എഡിറ്റിംഗ് വീഡിയോ ഒന്നുമല്ല, ഡയറക്റ്റാണ്. വേറെ എവിടെയെങ്കിലും പ്രസ്സായി കഴിഞ്ഞാൽ മൊത്തം കട്ടായി പോകും. പിന്നെ അത്രേ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇച്ചിരി ലെങ്ത്തായി, 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഒരു 5 മിനിറ്റും കൂടി പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നോക്കട്ടെ. ഓക്കെ. അപ്പോഴേ ഈ ഉണക്ക മണലിൽ കൂടെ നടന്നിട്ട് നീങ്ങുന്നില്ല. ഞാനേ ഇച്ചിരി അങ്ങോട്ട് ഇറങ്ങി കിടക്കാം, അപ്പോൾ ശരിയാവുള്ളൂ, നടത്തം കിട്ടുള്ളൂ. അത് സ്ലോ ആണ് നടത്തം. ഇങ്ങനെ അറ്റം വരെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വേറെ കോളുകളൊന്നും വന്നില്ലെങ്കിൽ വീഡിയോ ഒരു 5 മിനിറ്റ് കൂടെ കാണും. ഓക്കെ. ഹലോ ഗേയ്സ്, ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ? ഇതിലാകുമ്പോൾ നമുക്ക് ചവിട്ടിന് ബുദ്ധിമുട്ട് വരില്ല. മറ്റത് കുറച്ച് പ്രയാസമുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നടന്നു അറ്റം വരെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നോക്കട്ടെടാ. ഇൻഷാ അല്ലാഹ്.